വെൽക്കം ടു സിനിമോസഫി. ഹോളിവുഡിൽ ഈ അടുത്ത് സംഭവിച്ച അത്ഭുത സിനിമയാണ് ഡ്യൂൺ. 2 പാർട്ടുകളിലായി ഇറങ്ങിയ സിനിമയുടെ 3-ാം പാർട്ട് ഈ അടുത്തു തന്നെ ഇറങ്ങും. ഒരുപാട് ഫിലോസഫികളും പൊളിറ്റിക്സും സംസാരിക്കുന്ന സിനിമയാണ് ഡ്യൂൺ. ഫ്രാങ്ക് ഹെർബർട്ടിന്റെ അതേ പേരിലുള്ള നോവലാണ് സിനിമയായതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ നോവൽ സിനിമയാക്കാൻ നിരവധി ആളുകളും പ്രശസ്ത നിർമ്മാണ കമ്പനികളും ശ്രമിച്ചു പരാജയപ്പെട്ട കഥ അധികമാർക്കും അറിയാത്ത കഥയാണ്. പ്രശസ്ത സംവിധായകൻ അലഹാൻഡ്രോ ജോദ്രവോസ്കിയാണ് അവരിൽ പ്രധാനി. വർഷങ്ങൾ നീണ്ട പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടത്തിയിട്ടും ആ സിനിമ നടക്കാതെ പോയി. ഡാൻസ് ഓഫ് റിയാലിറ്റിയും ഹോളി മൗണ്ടൈനും ഒക്കെ എടുത്ത ജോദ്രവോസ്കിയാണ് ഡ്യൂൺ എടുത്തിരുന്നതെങ്കിൽ ഒരുപക്ഷെ സമാനതകളില്ലാത്ത ദൃശ്യവിരുന്നായി മാറുമായിരുന്നു ആ സിനിമ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നടക്കാതെ പോയ ആ ഡ്യൂൺ എത്രത്തോളം വലിയ സിനിമയായിരുന്നു എന്നാണ്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അലഹാൻഡ്രോ ജോദ്രവോസ്കിയെ അറിയാത്തവർക്ക് ചെറുതായൊന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. വിഖ്യാത ചിലിയൻ സംവിധായകനാണ് ജോദ്രവോസ്കി. സർറിയൽ, വിഷണറി, ആസിഡ് വെസ്റ്റേൺ തുടങ്ങിയ ജോണർ സിനിമകളുടെ അമരക്കാരനാണ് അലഹാൻഡ്രോ. മിസ്റ്റിക് ഫിലോസഫിയാണ് സർറിയൽ വിഷ്വൽസിലൂടെ അലഹാൻഡ്രോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. എൽ ടോപ്പ്, ഹോളി മൗണ്ടൈൻ, എൻലെസ് പോയട്രി, ഡാൻസ് ഓഫ് റിയാലിറ്റി തുടങ്ങി നിരവധി സിനിമകൾ അദ്ദേഹം എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാത്തവർ തീർച്ചയായും കണ്ടു നോക്കണം. ഒരു പ്രത്യേക ഫീലാണ് അലഹാൻഡ്രോ സിനിമകൾ. സിനിമ തന്നെയാണോ കാണുന്നതെന്ന് പലപ്പോഴും നമുക്ക് തോന്നും. എന്നാൽ സിനിമയുടെ എല്ലാ ദൃശ്യഭാഷയും പൊളിച്ചെഴുതിക്കൊണ്ടാണ് അലഹാൻഡ്രോ തന്റെ ഓരോ സിനിമകളും ഒരുക്കാറുള്ളത്. ഡാൻസ് ഓഫ് റിയാലിറ്റിയിലൊക്കെ പ്രോംപ്റ്റ് എടുത്തു കൊടുക്കുന്ന ആളുകളെ നമുക്ക് കാണാനാകും. അതൊന്നും മിസ്റ്റേക്ക് അല്ല. അലഹാൻഡ്രോയുടെ രീതി അങ്ങനെയാണ്. മിക്ക സംവിധായകരും അവരുടെ കണ്ണുകൾ ഉപയോഗിച്ചാണ് സിനിമ ചെയ്യുന്നത്. എന്നാൽ ഞാൻ എന്റെ വൃഷ്ണങ്ങൾ കൊണ്ടാണ് സിനിമ ഉണ്ടാക്കുന്നത് എന്നാണ് അലഹാൻഡ്രോ അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മുഴുവട്ടനാണ് അലഹാൻഡ്രോ. അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫി കണ്ടു തീർത്താൽ കുറച്ചൊക്കെ നമുക്കും കിട്ടും ആ വട്ട്. എന്തായാലും കാര്യത്തിലേക്ക് വരാം. അലഹാൻഡ്രോ ജോദ്രവോസ്കിയുടെ ഏതെങ്കിലും ഒരു സിനിമ കണ്ടവർക്ക് അറിയാം, വളരെ സർറിയലിസ്റ്റിക് ആയ സിനിമകളാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ. ആസിഡ് വെസ്റ്റേൺ എന്ന പുതിയൊരു ജോണർ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ തുറന്നു വെച്ചിട്ടുണ്ട്. ലഹരി, ചിന്ത, സ്വാതന്ത്ര്യം, പ്രണയം ഇതെല്ലാം പുതിയ മതങ്ങളായി മാറിയ 70കളിലാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ പുറത്തു വരുന്നത്. ഒരു തരം ട്രിപ്പിങ്ങിലേക്കാണ് ഓരോ പ്രേക്ഷകനെയും അദ്ദേഹത്തിന്റെ സിനിമകളും വിഷ്വൽസും കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ആസിഡ് വെസ്റ്റേൺ ജോണർ എന്നറിയപ്പെട്ടത്. എൽ ടോപ്പോയിലെയും ഹോളി മൗണ്ടൈനിലുമൊക്കെയുള്ള വിഷ്വൽസ് അന്നുവരെ അമേരിക്കയിലെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വെറും സർറിയലിസ്റ്റിക് ആയ വിഷ്വൽസ് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ സിനിമകൾ, മറിച്ച് വലിയ ചിന്തകളും ഫിലോസഫികളും അദ്ദേഹത്തിന്റെ വിഷ്വൽസിന് പിന്നിലുണ്ടായിരുന്നു. അമേരിക്കൻ സിനിമാക്കാർക്കും പ്രേക്ഷകർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത ഇമേജറികളും വിഷനും വിഭ്രാന്തിയും രതിഭ്രമവും നിറഞ്ഞതായിരുന്നു അലഹാൻഡ്രോയുടെ സിനിമകൾ. അങ്ങനെ അമേരിക്കയിൽ അലഹാൻഡ്രോ കത്തിക്കയറി നിന്ന സമയത്താണ്, അതായത് 1974 ഒരു ഫ്രഞ്ച് കമ്പനി ഫ്രാങ്ക് ഹെർബർട്ട് എഴുതിയ ഡ്യൂൺ സിനിമയാക്കാൻ അലഹാൻഡ്രോയെ സമീപിച്ചത്. ഇസ്ലാമിക മിഡിൽ ഈസ്റ്റ് സംസ്കാരത്തോടുള്ള ആദരം എന്ന നിലക്കാണ് ഫ്രാങ്ക് ഹെർബർട്ട് ഡ്യൂൺ എഴുതുന്നത്. സൂഫിസവും ബുദ്ധിസവും സമന്വയിപ്പിച്ച ഫിലോസഫിയാണ് അതിലൂടെ അദ്ദേഹം കൺവേ ചെയ്യുന്നത്. ഡ്യൂണിന്റെ ഫിലോസഫിയെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. സൂഫിസവും ബുദ്ധിസവും സംയോജിപ്പിച്ച് മരുഭൂമിയിൽ ജീവിക്കുന്ന ഗോത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവലാണ് ഡ്യൂൺ. അതുകൊണ്ട് തന്നെയാണ് ഹോളി മൗണ്ടൈൻ പോലൊരു മഷ്റൂം മിസ്റ്റിക് സിനിമയെടുത്ത് കാനിൽ വരെ എത്തിയ അലഹാൻഡ്രോയെ ഈ പ്രൊജക്ട് ഭ്രമിപ്പിച്ചത്. അദ്ദേഹത്തിന് സ്വപ്നതുല്യമായിരുന്നു ഈ ഡ്യൂൺ എന്ന പ്രൊജക്ട്. അദ്ദേഹം ഡ്യൂണിനെ വെറുമൊരു സയൻസ് ഫിക്ഷൻ സിനിമയായല്ല ഡിസൈൻ ചെയ്തത്. അതിലെ ചക്രവർത്തിയുടെ റോഡിലേക്ക് കൊണ്ടുവന്നത് സാക്ഷാൽ സാൽവദോർ ദാലിയെ ആയിരുന്നു. കരാർ പ്രകാരം ദാലിയുടെ ശമ്പളം മണിക്കൂറിൽ $1,00,000 ആയിരുന്നു. എത്രത്തോളമായിരുന്നു സിനിമയുടെ വലിപ്പമെന്ന് ഈ ഒരൊറ്റ കാസ്റ്റിംഗ് കൊണ്ട് മനസ്സിലാക്കാം. ദാലിക്കൊപ്പം കാസ്റ്റ് ചെയ്ത മറ്റൊരു പ്രമുഖ നടൻ ഓർസോൺ വെൽസ് ആയിരുന്നു. അലഹാൻഡ്രോയുടെ ഡ്യൂണിനു വേണ്ടി സംഗീതമൊരുക്കാൻ തയ്യാറായത് അന്നത്തെ ഫയർ ബാൻഡായ പിങ്ക് ഫ്ലോയ്ഡ് ആയിരുന്നു. എല്ലാ നിലക്കും വലിയ ക്യാൻവാസിലുള്ള സിനിമയായിരുന്നു ഡ്യൂൺ. കാലത്തെ വെല്ലുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു അലഹാൻഡ്രോ ഉദ്ദേശിച്ചത്. മഹാഭാരതം പോലൊരു എപ്പിക് സ്വഭാവമുള്ള സിനിമയായതുകൊണ്ട് തയ്യാറാക്കിയ ആദ്യ തിരക്കഥ ഷൂട്ട് ചെയ്യുകയായിരുന്നുവെങ്കിൽ 14 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമയാകുമായിരുന്നു. ആ 14 മണിക്കൂർ ദൈർഘ്യമുള്ള തിരക്കഥ വെച്ച് തന്നെയാണ് അലഹാൻഡ്രോ സിനിമകളുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടന്നത്. സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ആദ്യം ചെയ്തത് 3000-ഓളം പേജ് വരുന്ന ഒരു വിഷ്വൽ സ്റ്റോറി ബോർഡ് തയ്യാറാക്കുക എന്നതായിരുന്നു. കഥാപാത്രങ്ങളുടെ അനാട്ടമിക് സ്റ്റൈൽ, വേഷവിധാനം, കഥാപരിസരം, യുദ്ധസങ്കല്പം, പോസ്റ്റ് മോഡേൺ സെറ്റ് ഡിസൈനുകൾ തുടങ്ങി സൂക്ഷ്മാർത്ഥത്തിലുള്ള എല്ലാ ഡീറ്റെയിലിംഗും ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം സ്റ്റോറി ബോർഡ് തയ്യാറാക്കിയത്. സ്റ്റോറി ബോർഡ് അനുസരിച്ച് മറ്റു വർക്കുകളും ചെയ്തു തുടങ്ങി. എന്നാൽ പ്രീ പ്രൊഡക്ഷൻ
വർക്ക് തുടങ്ങി 2.5 വർഷമാകുമ്പോഴേക്കും ഫ്രഞ്ച് കമ്പനിയുടെ ബഡ്ജറ്റ് തീർന്നു. ഇതറിഞ്ഞ പ്രമുഖ ഹോളിവുഡ് നിർമ്മാണ കമ്പനികൾ അലഹാന്ദ്രോയെ തേടിയെത്തി. എന്നാൽ ഹോളിവുഡ് കമ്പനികൾ എല്ലാം സിനിമ 2 മണിക്കൂറിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധം പിടിച്ചു. അത് അലഹാന്ദ്രോക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. നോവലിന്റെ വ്യാപ്തി അനുസരിച്ച് 14 മണിക്കൂറെങ്കിലും വേണം എന്ന് അലഹാന്ദ്രോ വാദിച്ചു. പതിയെ അലഹാന്ദ്രോയുടെ ഡ്യൂൺ എന്ന പ്രൊജക്ട് മങ്ങിക്കൊണ്ടിരുന്നു. ഒടുക്കം ആ സിനിമ നടക്കാതെ വന്നപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കിയ കുറെ ആർട്ട് വർക്കുകൾ എടുത്ത് 80കളിൽ ദ ഇൻകാൾ എന്ന പേരിൽ ഫ്രഞ്ച് കോമിക് ബുക്കായി ജോദ്രോവോസ്കി പബ്ലിഷ് ചെയ്തു. പിന്നീട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ കമ്പനികളെ ആകർഷിക്കാൻ ആദ്യ പ്രൊഡ്യൂസറുടെ ആവശ്യപ്രകാരം തിരക്കഥയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടെ ഉൾപ്പെടുത്തി ആ വിഷ്വൽ ബൈബിളിന്റെ 20 കോപ്പികൾ കൂടി പ്രിന്റ് ചെയ്തിറക്കി. അങ്ങനെ ഹോളിവുഡിലെ എല്ലാ പ്രധാന സ്റ്റുഡിയോകളിലും നിർമ്മാണ കമ്പനികളിലും ആ പുസ്തകമെത്തി. പിന്നീട് വന്ന ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകളുടെ ബൈബിളായി അലഹാന്ദ്രോയുടെ ആ പുസ്തകം മാറി. പിന്നീട് വന്ന ഏതൊക്കെ സിനിമകൾക്ക് ഈ പുസ്തകം പ്രചോദനമായി എന്നറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. 77-ൽ ഇറങ്ങിയ ലുക്കാസിന്റെ വിഖ്യാത സയൻസ് ഫിക്ഷൻ സിനിമ സ്റ്റാർ വാർസ്, റിഡ്ലി സ്കോട്ടിന്റെ ഏലിയൻ, സ്പിൽബർഗിന്റെ ഇന്ത്യാന ജോൺസ്, കാമറൂണിന്റെ ടെർമിനേറ്റർ തുടങ്ങി ഹോളിവുഡിൽ ചരിത്രം കുറിച്ച നിരവധി സിനിമകൾക്ക് പ്രചോദനമായി മാറിയത് അലഹാന്ദ്രോയുടെ ഈ പുസ്തകമാണ്. ചുരുക്കി പറഞ്ഞാൽ ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകൾ ഒതുക്കി പണിതത്, ആ സിനിമകൾക്ക് പുതിയ ഭാവനകൾ നൽകിയത് അലഹാന്ദ്രോയുടെ ഈ പുസ്തകമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ വിഷ്വൽ ബൈബിൾ എന്ന് വിളിക്കുന്നത്. മാഡ് മാക്സിലടക്കം നിരവധി സിനിമകളിൽ ആ വിഷ്വൽ ബൈബിളിന്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. 2013-ൽ ഇറങ്ങിയ ജോദ്രോവോസ്കിസ് ഡ്യൂൺ എന്ന ഡോക്യുമെന്ററിയിൽ അലഹാന്ദ്രോ വിശദമായി ഈ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. അലഹാന്ദ്രോയുമായി കരാറിലെത്തിയ ഫ്രഞ്ച് കമ്പനിയുടെ ഡ്യൂൺ നോവലിന്റെ മേലുള്ള റൈറ്റ്സ് 80കളിൽ അവസാനിച്ചു. തുടർന്ന് ഒരു ഇറ്റാലിയൻ ഹോളിവുഡ് പ്രൊഡ്യൂസറാണ് ഈ റൈറ്റ്സ് സ്വന്തമാക്കിയത്. അന്നത്തെ ന്യൂജൻ സർറിയൽ പ്രതിഭയായിരുന്ന ഡേവിഡ് ലിഞ്ചിനെയാണ് പ്രൊഡ്യൂസർ ഡ്യൂൺ എന്ന സിനിമ സംവിധാനം ചെയ്യാൻ ക്ഷണിച്ചത്. അദ്ദേഹം അത് ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ലിഞ്ച് പൂർത്തിയാക്കിയ സിനിമ ഏകദേശം 3 മണിക്കൂർ ഉണ്ടായിരുന്നു. 2 മണിക്കൂറിന് മുകളിൽ പോകരുതെന്ന് നിർമ്മാണ കമ്പനികളുടെ താക്കീത് ഉണ്ടായിരുന്നിട്ടും ലിഞ്ചിന് ആ നോവൽ 3 മണിക്കൂറിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല. അവസാനം നിർമ്മാണ കമ്പനി ഇടപെട്ട് സിനിമ വെട്ടിച്ചെറുതാക്കി. നിരവധി വെട്ടുകൾക്ക് ശേഷം ഏകദേശം 2.25 മണിക്കൂറായിരുന്നു ലിഞ്ചിന്റെ ഡ്യൂണിന്റെ ദൈർഘ്യം. താരതമ്യേന അന്ന് നവസംവിധായകനായിരുന്ന ലിഞ്ചിന് ഇടപെടുന്നതിൽ പരിമിതിയുണ്ടായിരുന്നു. അവസാനം 84-ൽ സിനിമ റിലീസ് ചെയ്തു. സിനിമ അമ്പെ പരാജയപ്പെടുകയും നിരൂപകർ വലിച്ചു കീറുകയും ചെയ്തു. ഒരുപക്ഷെ ലിഞ്ചിന്റെ കരിയറിൽ ഏറ്റവും മോശം അനുഭവമായിരിക്കും ഡ്യൂൺ. ദ പിക്ചർ ജോദ്രോവോസ്കി കനോട്ട് ഡു എന്നായിരുന്നു സിനിമയുടെ പരസ്യവാചകം. എന്തുതന്നെയായാലും സിനിമ എല്ലാ അർത്ഥത്തിലും അമ്പെ പരാജയമായിരുന്നു. അതിന്റെ കോപ്പി ഇന്നും ലഭ്യമാണ്. നിർമ്മാതാക്കളുടെ ഇടപെടലാണ് സിനിമയെ നശിപ്പിച്ചതെന്നായിരുന്നു ലിഞ്ചിന്റെ വാദം. തന്റെ പേര് ക്രെഡിറ്റിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ലിഞ്ച് ആവശ്യപ്പെട്ടു. മാത്രമല്ല ഇനി ഒരിക്കലും അഭിമുഖങ്ങളിലോ മറ്റോ ഈ സിനിമയെക്കുറിച്ച് ചോദിക്കരുതെന്നും മാധ്യമപ്രവർത്തകരോട് ലിഞ്ച് ആവശ്യപ്പെട്ടു. എന്തായാലും പിന്നീട് അധികമാരും ഡ്യൂൺ സിനിമയാക്കാൻ മുതിർന്നില്ല. അവസാനം വിഖ്യാത സംവിധായകൻ ഡെന്നിസ് വില്ലനുവെ ആണ് അതിന് മുതിർന്നത്. ആ സിനിമയാണ് 2021-ൽ ആദ്യ ഭാഗവും 2023-ൽ 2ാം ഭാഗവും റിലീസായത്. 3ാം ഭാഗം 2026-ലും റിലീസാകും. എന്തായാലും അലഹാന്ദ്രോയുടെ ഡ്യൂൺ അല്ല ഡെന്നിസ് സംവിധാനം ചെയ്തത് എന്നുറപ്പാണ്. ഡെന്നിസ് വില്ലനുവെ മറ്റൊരു തരത്തിലാണ് ഡ്യൂൺ അവതരിപ്പിച്ചത്. അലഹാന്ദ്രോ ഡ്യൂൺ സംവിധാനം ചെയ്യാതെ പോയത് സിനിമാ പ്രേമികൾക്ക് തീരാ നഷ്ടം തന്നെയാണ്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും അലഹാന്ദ്രോ ജോദ്രോവോസ്കിയുടെ സിനിമകളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.